അസ്സലാമു അലൈക്കും. ഞാൻ സൽന. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നമുക്ക് എപ്സം സാൾട്ടിനൊക്കെ പകരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഈ ഒരു ഫെർട്ടിലൈസർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലച്ചെടികൾക്കൊക്കെ നല്ല ഭംഗി കിട്ടാനും അതുപോലെ തന്നെ ചെടികൾ നന്നായിട്ട് പൂക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചായമൻസയുടെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു തരം ചീര വർഗ്ഗത്തിൽപ്പെടുന്ന ചെടിയാണ്. നമ്മൾ സാധാരണയായിട്ട് തോരൻ വെക്കാനായിട്ട് ഇതിൻ്റെ തളിരിലകളാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെടിയൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൂത്ത ഇലകളൊക്കെ നമുക്ക് ഇതുപോലെ ഫെർട്ടിലൈസറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിൽ ധാരാളമായിട്ട് ഈ ഇലയിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം, അതുപോലെ തന്നെ മഗ്നീഷ്യം, കാൽസ്യം, അതുപോലത്തെ ലവണങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെടികൾക്കുണ്ടാകുന്ന വിളർച്ച, മുരടിപ്പൊക്കെ മാറ്റാനും ചെടികൾക്ക് നല്ല കളർ കിട്ടാനൊക്കെ ഇത് സഹായിക്കും. നല്ല രീതിയിൽ പൂക്കാനൊക്കെ ഇത് സഹായിക്കും. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ ഒരു വീര്യം കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പുളിച്ച കഞ്ഞിവെള്ളമാണ്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് നോർമൽ വാട്ടർ തന്നെ ആഡ് ചെയ്താൽ മതി. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റിനെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഒട്ടും ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ കൂടിയാണ് കേട്ടോ. ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് അരി കഴുകിയെടുത്തിട്ടുള്ള വെള്ളം പുളിപ്പിച്ചതുകൂടി ഒഴിക്കുന്നുണ്ട്. അതൊരു 2 ദിവസത്തിൻ്റെ പഴക്കമുള്ള വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പം ഈ ഒരു വെള്ളത്തിൻ്റെ ഇരട്ടി വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഇതുപോലത്തെ സ്ലറിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ നോർമൽ വാട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പിന് 1 കപ്പ് വെള്ളം മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഇത് പുളിപ്പിക്കാണ്ട് ചേർക്കുന്നില്ല. അപ്പോൾ എല്ലാ ഗുണങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം തൈര് കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ എത്ര വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരു സ്പൂണ് തൈര് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന ആ ഒരു സാധനത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ചെടികൾക്ക് നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അത് പുളിപ്പിക്കാനൊന്നും വെക്കുന്നില്ല, ഓൾറെഡി പുളിച്ച വെള്ളത്തിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതായത് ചെടികളുടെ തടത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു വളമാണ് ഇത്. എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഒട്ടും ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഫെർട്ടിലൈസർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെടികൾക്കും പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളം തന്നെയാണിത്. പച്ചക്കറിയിലൊക്കെയുള്ള മുരടിപ്പും മറ്റുമൊക്കെ മാറ്റി ചെടികൾ നന്നായിട്ട് വളരാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷനൊക്കെ തരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്